ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഗായ്സ്, ഞാനൊരു ഫിഷിംഗ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള റിസോഴ്സസൊക്കെ നേരത്തെ തന്നെ ഗാദർ ചെയ്യുന്നുണ്ട്, വേരെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ മച്ചാന്മാരെ. ഈ വേരിനകത്ത് റിസോഴ്സൊക്കെ 3 ചെസ്റ്റ് വേണം, പിന്നെ ഒരു വാട്ടർ ബക്കറ്റ്, ലാവ ബക്കറ്റ്, പിന്നെ ഒരു ഫിഷിനെ പിടിച്ചൊരു വാട്ടർ ബക്കറ്റും വേണം, പിന്നെ 4 സൈൻ ബോർഡ്, ഒരു മൈൻകാർട്ട് വിത്ത് ഹോപ്പർ, പിന്നെ ഒരു റെയില്, പിന്നെ ഒരു ഫിഷിംഗ് റോഡ് വേണം. പിന്നെ നമുക്കൊരു ഫെൻസ് ഗേറ്റും ഓക്ക് ഫെൻസ് ഫെൻസും വേണം. അതിന് വെച്ച് സോംബി ക്രീപ്പറൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിവിടെ ഒരു എൻചാൻറ്റിംഗ് റൂം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാൻ ലാപ്പീസൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ അയൺ ഷവല് എൻചാൻറ്റ് ചെയ്ത് അൺബ്രേക്കിൻ്റെ യൂണിറ്റ് ആയിട്ടുണ്ട്. 2 സ്റ്റേക്ക് ലാപ്പീസിന് ബാക്കിയുണ്ട്. ഇനി ഞാനൊരു നെതറൈറ്റ് കഴിഞ്ഞിട്ടൊക്കെ ഗോഡാണല്ലോ. രാത്രി ആരെങ്കിലും പറ്റുണ്ടോ? രാവിലെ കാണാം ഗൈസ്. ഞാനിവിടെ വെക്കുമ്പോൾ തന്നെ ക്യാരറ്റ് ഫാം നന്നായി ഇറക്കാറുണ്ട്. അതിലിപ്പോൾ കുറേ ക്യാരറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചെയ്തും ഇപ്പോൾ തണ്ടസ്റ്റം രാവിലെ ആക്കട്ടെ. കുറേ നന്നായിട്ട് ഇറക്കാറുണ്ട്. മുന്നത്തെ എപ്പിസോഡൊക്കെ വാർക്കാൻ ശരിയായിട്ട് സോംബി അത് ബോർഡ് സ്കെൽറ്റോടെ വന്നിട്ടുള്ളതാണ്. വേണ്ടല്ലോ, ഇത്രയും കേട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ എത്തി. നമുക്ക് ഉണ്ടാക്കണം. എവിടെയായിട്ട് ഉണ്ടാക്കും? ഇവിടെയായിട്ട് ഉണ്ടാക്കാം. ചെയ്യുമ്പോൾ തന്നെ ഫാം വളർക്കും. അപ്പോൾ ആദ്യം തന്നെ ചെസ്റ്റ് എടുക്കുക. വേറെ കാര്യമാണ് ടാബ് ഡോർ എടുക്കാൻ പറഞ്ഞു. എടുത്തിട്ട് കാണാം ഗൈസ്. സ്ഥലത്തുണ്ട് ആദ്യം തന്നെ ഒരു ചെസ്റ്റ് എടുത്ത് ഇളക്കിയ ഇവിടെ ടാബ് ഡോർ എടുത്തിട്ട് പോകുന്നത് ഇവിടെ ഇത് മൊത്തം തുറന്നു വയ്ക്കുക. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അവിടെ സൈൻ ബോർഡ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഇവിടെ. എന്നിട്ട് അവിടെ വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് ചെസ്റ്റിലോട്ട് വെച്ച് നമ്മുടെ മെയിനായിട്ടുള്ള വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. അങ്ങനെ ഇട്ട് എന്നിട്ട് ഇവിടെ നിന്നൊരു 1 2 3 4 ബ്ലോക്ക് ഇങ്ങനെ 3 ബ്ലോക്ക് വെച്ചിട്ട് കാണാം. ഇത് ഇവിടെ വന്നതിൻ്റെ ശേഷം ഈ 2 ബ്ലോക്ക് കൊടുത്തിട്ട് ഇവിടെ ടാബ് ഡോർ വയ്ക്കുക. നാളെ ഹോപ്പർ എടുത്തിട്ട് ഇതിലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ജൈവട്ടെടുത്താൽ മതി. ഇപ്പോൾ നേരെ വെട്ടി പോകും. എന്നിട്ട് റെയിൽ എടുത്തിട്ട്
ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് അവിടെ മെയിൻ കാർട്ടിൽ വെച്ചിട്ട് ഇത് മേളിൽ വെച്ചിട്ട് ഈ ഇടന്നിട്ട് ഇത് അത് പൊട്ടിക്കാം. അയ്യോ ഓടിക്കുന്ന വെച്ചിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് മേലെ അങ്ങനെ 2 ബ്ലോക്ക് മേലോട്ട് വന്നിട്ട് ഒരു സൈൻ ബോർഡ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വയ്ക്കുക. എന്നിട്ട് ഒരു ബ്ലോക്ക് കൂടെ വെച്ചിട്ട് ഇത് ഇവിടെ നല്ല അടയ്ക്കുക. എന്നിട്ട് ഇവിടെ വയ്ക്കണം. ചെയ്തിട്ട് പിന്നെ ഇവിടെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഞാൻ കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്തില്ല. സേവ് അടി ചെന്നിട്ട് നമുക്ക് ഇവിടെ ടെസ്റ്റ് ഇറക്കാം. ഇവിടെ ഞാൻ ഇതുപോലെ വെച്ച് ഫ്രണ്ട്സ് വെച്ച് ഫ്രണ്ട്സായിട്ട് അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ മെയിൻ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ സ്നേക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ 2 ബ്ലോക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് വെച്ചാൽ മതി. അതൊന്ന് വെന്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ 2 ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട്സ് വെക്കുക. എന്നിട്ട് ഇത് നടുക്ക് നമുക്ക് ബേസ് ചെയ്യണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം കിട്ടുള്ളൂ. ഇതുപോലെ കുറച്ച് നേരം ഫിഷ് ചെയ്തിട്ട് ഞാൻ കാണാൻ കുറച്ച് മൈൻഡ് ചെയ്തപ്പോൾ കുറച്ച് നിന്നിട്ടുള്ളൂ. ഇത്രയും ഫിഷ് എല്ലാം കിട്ടി. ഇനി അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും കുറച്ച് ലൂട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇത് ഇന്നത്തെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഞാനൊന്ന് ഈ ഫിഷിംഗ് ഫാം ഉണ്ടാക്കി ഒക്കെ വർക്കായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതായിരിക്കും ടാറ്റ ബൈ ബൈ.